പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ അകപ്പുറം ഇടവകയിലെ ഇട്ടൂപ്പ് ആലുക്കൽ കോർ എപ്പിസ്കോപ്പ്. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. തെറ്റുകളുണ്ടെങ്കിൽ നമുക്ക് തിരുത്താവുന്നതാണ്. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയുള്ള യേശുവിനാണ് ലോകത്തെ രക്ഷിപ്പാൻ സാധിക്കുന്നത് എന്ന വിഷയത്തെ പറ്റിയാണ്. പല സഭകളും യേശുവിൻ്റെ സ്വഭാവത്തെ പറ്റി പലതരമായ ചിത്രീകരണങ്ങളും ഡെഫിനിഷൻസുമാണ് കൊടുക്കുന്നത്. എന്നാൽ യാക്കോബായ സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം യേശുവിനുള്ള സ്വഭാവത്തെ പറ്റി പറയുന്നത് ഞാൻ ആദ്യമേ തന്നെ പറയാം, എന്നിട്ട് മറ്റ് സഭകളിലേക്ക് കടക്കാം. മനുഷ്യാവതാരത്തിന് ശേഷം യോഹന്നാൻ 1:1 പറയുന്നുണ്ട്, ആദ്യം ദൈവം വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ വചനമാണ് മനുഷ്യനായിട്ട് അവതരിച്ചത്. ഇപ്പൊ യേശു ഏതവസരത്തിലും പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. അത് മിക്കവരും സമ്മതിക്കുന്നവരാണ്. അവൻ ജനിച്ചപ്പോൾ മുതൽ, ജനിക്കുന്നതിന് മുമ്പ് ദൈവമായിരുന്നു, പൂർണ്ണ ദൈവമായിരുന്നു. മനുഷ്യാവതാരം എടുത്തതിന് ശേഷം പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. അത് പല സഭകളും സമ്മതിക്കുന്നുണ്ട്, ചിലരില്ലാന്ന് എനിക്ക് തോന്നുന്നു. ദൈവത്വം മാത്രമായിട്ടോ മനുഷ്യത്വം മാത്രമായിട്ടോ യേശുവിൽ ഒരിക്കലും സ്ഥിതി ചെയ്തിട്ടില്ല, ഇനി സ്ഥിതി ചെയ്യുകയുമില്ല. ദൈവത്വം മാത്രമായിട്ടോ മനുഷ്യത്വം മാത്രമായിട്ടോ യേശുവിൽ മനുഷ്യാവതാരത്തിന് ശേഷം സ്ഥിതി ചെയ്യുന്നില്ല, ചെയ്യുകയുമില്ല, ചെയ്തിട്ടുമില്ല. ദൈവത്വം മനുഷ്യത്വം ഈ രണ്ട് സ്വഭാവങ്ങൾ ഒന്നിൻ്റെയും പരിപൂർണതയ്ക്ക് ഭംഗം വരാതെയോ, ഇവിടെ പറയാം, ദൈവത്വം മനുഷ്യത്വം എന്ന രണ്ട് സ്വഭാവങ്ങൾ ഒന്നിൻ്റെയും പരിപൂർണതയ്ക്ക് ഒരു ഭംഗം വരാതെയോ ദൈവ സ്വഭാവം ഭേദപ്പെട്ട് മനുഷ്യ സ്വഭാവമായി തീരുകയോ, ദൈവ സ്വഭാവം ഭേദപ്പെട്ട് മനുഷ്യ സ്വഭാവമായി തീരുകയോ, മനുഷ്യ സ്വഭാവം ഭേദപ്പെട്ട് ദൈവ സ്വഭാവമായി തീരുകയോ ചെയ്യാതെ, തമ്മിൽ സമ്മിശ്രപ്പെടുകയോ ചെയ്യാതെ, ദൈവ സ്വഭാവം മനുഷ്യ സ്വഭാവം കൂടിക്കലർന്ന് വേറൊന്നായി തീരുകയോ ചെയ്യാതെ, ഒന്നിനാൽ ഒന്ന് നശിപ്പിക്കപ്പെടുകയോ ചെയ്യാതെ, ദൈവ സ്വഭാവവും മനുഷ്യ സ്വഭാവവും ഒന്നായി ചേർന്ന് ഒരിക്കലും വേർപിരിയാൻ പാടില്ലാത്ത വിധം ഏക സ്വഭാവമായി യേശുവിൽ സ്ഥിതി ചെയ്യുന്നു. ഇങ്ങനെയുള്ള ദൈവത്തിനല്ലാതെ, ഇങ്ങനെയുള്ള മിശിഹായ്ക്കല്ലാതെ ലോകത്തിൻ്റെ രക്ഷ കൊടുക്കുവാൻ സാധ്യമല്ല എന്നാണ് യാക്കോബായ സഭയുടെ വിശ്വാസം. അപ്പോൾ ദൈവത്തിൽ മനുഷ്യ സ്വഭാവമുണ്ട്, ദൈവ സ്വഭാവമുണ്ട്. അത് ഒന്നിൻ്റെയും ക്വാളിറ്റിക്കും ക്വാണ്ടിറ്റിക്കും വ്യത്യാസം വരാതെ, ദൈവ സ്വഭാവം ഭേദപ്പെട്ട് മനുഷ്യ സ്വഭാവമായി തീരുകയോ മനുഷ്യ സ്വഭാവം ഭേദപ്പെട്ട് ദൈവ സ്വഭാവമായി തീരുകയോ, തമ്മിൽ സമ്മിശ്രപ്പെടുകയോ കൂടിക്കലർന്ന് വേറൊന്നായി തീരുകയോ ചെയ്യാതെ, രണ്ടിൻ്റെയും ആ തനതായ അസ്തിത്വത്തിനും ക്വാളിറ്റിക്കും ക്വാണ്ടിറ്റിക്കും വ്യത്യാസം വരാതെ സംയുക്തമായി ചേർന്ന് ഒരിക്കലും വേർപിരിയാത്ത വിധം, ഒരിക്കലും ഒരു സമയത്ത് വേർപിരിയാത്ത വിധം, ഇനി ഒരിക്കലും ഉണ്ടാവില്ല. അവന് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തപ്പോഴും പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്ന് ഇപ്പോൾ മധ്യസ്ഥത യാചിക്കുമ്പോഴും ഏക സ്വഭാവമായിട്ട് സ്ഥിതി ചെയ്യുന്നു. ഈ യേശുവിനല്ലാതെ ലോകത്തിന് രക്ഷ കൊടുക്കുവാൻ വേറെ യേശുവിനും സാധിക്കുകയില്ല.
ഇതാണ് യാക്കോബായ സഭയുടെ വിശ്വാസം. ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു എന്നതിൻ്റെ ധാരണ. ഇത് വളരെ ഗൗരവമേറിയ ഒരു തിയോളജിയാണ്. ഞാൻ വേണം ഇനി ഒന്നുകൂടെ പറയേണ്ട ആവശ്യമില്ല, ഒരു പ്രാവശ്യം പറഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. ദൈവ സ്വഭാവം എത്രയുണ്ടോ അത്രയും തന്നെ മനുഷ്യ സ്വഭാവമുണ്ട്. ദൈവ സ്വഭാവം 100% ഉണ്ടെങ്കിൽ മനുഷ്യ സ്വഭാവം 100% ഉണ്ട്. ഞങ്ങൾ വിശുദ്ധ കുർബാനയിലുണ്ടല്ലോ, ഞങ്ങളുടെ കാര്യം മാത്രം പറയുന്നത്. വിശുദ്ധ കുർബാനയ്ക്ക് എത്രമാത്രം വീഞ്ഞെടുക്കുമോ അത്ര വെള്ളം എടുക്കും. ആ വീഞ്ഞ് ദൈവത്വത്തെയും വെള്ളം മനുഷ്യത്വത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് എത്ര വീഞ്ഞെടുക്കുന്നോ അത്രയും തന്നെ വെള്ളം, കൂടുതൽ കുറയാനും വെള്ളം. ചില സഭകളിൽ 60% വീഞ്ഞും 40% വെള്ളമൊക്കെയാണ്. ഞങ്ങൾ അങ്ങനെയല്ല, 50% വീഞ്ഞും 50% വെള്ളവും, ഒരിക്കലും കൂടുതൽ കുറവില്ല. ദൈവത്വത്തിൻ്റെ പൂർണ്ണതയും മനുഷ്യത്വത്തിൻ്റെ പൂർണ്ണതയും യേശുവിനുണ്ട്. അതൊരിക്കലും വേറെ പിരിയാത്ത വിധം ആ മനുഷ്യാവതാരം നടന്നപ്പോൾ തന്നെ സംഭവിച്ചു. അങ്ങനെ ഏക സ്വഭാവമായി. ദൈവ സ്വഭാവം ഒന്ന്, മനുഷ്യ സ്വഭാവം ഒന്ന്, ആ 2 സ്വഭാവമാണ്. പക്ഷെ അത് സംയോജിപ്പിക്കപ്പെട്ടപ്പോൾ ഒരിക്കലും വേർപിരിയാതിരിക്കുന്ന അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് അവനിൽ ഏക സ്വഭാവം മാത്രമേ ഉള്ളൂ. ദൈവം അല്ലെങ്കിൽ മശിഹ രാവിലെ ഒരു സ്വഭാവം, വൈകിട്ട് വേറെ സ്വഭാവമല്ല. അങ്ങനെ ദൈവത്തിനാകാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ദൈവത്തിന് രക്ഷ തരാൻ സാധ്യമല്ല. മറ്റൊന്ന് പറഞ്ഞാൽ, കന്യാമറിയാം ദൈവമാതാവെന്ന് വിശ്വസിക്കാത്ത ഒരു സഭയ്ക്കും യേശുവിൻ്റെ രക്ഷ കിട്ടാൻ സാധ്യതയില്ല, കിട്ടുകയില്ല എന്നാണ് ഞങ്ങളുടെ സഭയുടെ വിശ്വാസം. പലരും പറയും യേശുവിൻ്റെ അമ്മയാണ് മറിയാം. യേശുവിൻ്റെ മനുഷ്യത്വം അമ്മ എടുത്തായിരിക്കും, അമ്മയിൽ നിന്ന് കിട്ടിയായിരിക്കും. ഉണ്ട്, ദൈവത്വം അമ്മയിൽ നിന്ന് കിട്ടൂല്ലോ, അമ്മ ദൈവമല്ലല്ലോ. വാസ്തുതയിൽ എന്താ സംഭവിച്ചത്? അത് ലൂക്കോസ് 1:26 മുതൽ വായിക്കുമ്പോഴേ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ട് മറിയാമിനോട് പറയുന്നത്, ഞാൻ ഒന്നുകൂടെ പറഞ്ഞേക്കാം, പ്രധാനപ്പെട്ടതൊന്നും പറയുന്നില്ല. ദൈവത്തിൽ നിന്ന് നിനക്ക് കൃപ ലഭിച്ചിരിക്കുന്നു, പരിശുദ്ധാത്മാവിനാൽ നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേരിടണം. അവൻ മഹാനാകും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, അവൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞു. അവൻ്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് ലഭിക്കും, അവൻ ഇസ്രായേൽ ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും, അവൻ്റെ രാജ്യത്വത്തിന് അവസാനമുണ്ടാകുകയില്ല. ഇവിടെ ഇസ്രായേൽ ഗ്രഹം എന്ന് പറയുമ്പോൾ പഴയ നിയമം ഇസ്രായേലിനെ പറ്റി അല്ല അവിടെ പറയുന്നു. പഴയ നിയമം ഇസ്രായേലിനെ പറ്റിയാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. പഴയ നിയമം ഇസ്രായേലിൻ്റെയും പുതിയ നിയമം ഇസ്രായേലിൻ്റെയും രാജ്യത്വവും രാജാവും ദൈവവും അവിടെ നിന്നാണ്. തൃത്വത്തെ പറ്റി ഞാനിപ്പോൾ പറയുന്നില്ല, അങ്ങോട്ടേക്ക് കിടക്കുന്നില്ല. അവൻ എന്നേക്കും രാജാവായിരിക്കും. അപ്പോൾ ഇവിടെ 2 കാര്യം ശ്രദ്ധിക്കേണ്ട. ഒന്ന്, അവൾ ഗർഭം ധരിച്ച് വെറുതെ ഒരു കുഞ്ഞിനെ അവളുടെ ഉദരത്തിൽ കൂടി പുറത്തേക്ക് കിടത്താല്ലേ ഇത്. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു ശിശുവിനെ സൃഷ്ടിച്ചിട്ട് ഇത് വചനം ജഡമായി തീർന്നാന്ന് പറഞ്ഞാൽ പോലെ ദൈവത്തിനൊന്നും സാധ്യമല്ലല്ലോ. അങ്ങനെ അല്ലല്ലോ ഉണ്ടായത്. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അപ്പം മാലാഖ പറഞ്ഞെന്താ? ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്, അപ്പം ഞാൻ പറയുന്നത് പിതാവ് പറയുന്നതിന് തുല്യമാണെന്ന്. അപ്പോൾ യോഹന്നാൻ 1:1 പറയുന്ന ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു പറഞ്ഞ ആ വചനം ഗബ്രിയേൽ മാലാഖ വഴി മറിയാമിൻ്റെ കാതിൽ കൂടി അവളുടെ ഉദരത്തിലേക്ക് പ്രവേശിച്ചു. ആ സമയം തന്നെ, അപ്പോൾ തന്നെ മറിയാമിൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു ഭ്രൂണമുളവായി. ആ ഭ്രൂണത്തിലെ രക്തവും ശരീരവും, അവളുടെ രക്തവും ശരീരവും ആ വചനത്തോട് സംയോജിപ്പിക്കപ്പെട്ടു, ഒരിക്കലും വേർവരിയാത്ത വിധമായി തീർന്നു. അങ്ങനെയാണ് മശിഹായുടെ ജനനം, യേശുവിൻ്റെ ജനനം.
വചനം ഇറങ്ങി വന്നു, അത് ദൈവമാണ്. രണ്ടാമനായ പുത്രൻ തമ്പുരാൻ ദൈവം ഇറങ്ങി വന്നു, അതാണ് വചനം. അതേ സമയത്ത് തന്നെ മറിയാമിലൊരു ഭ്രൂണം ഉളവായി വന്നു. ആ ഭ്രൂണം, അതായത് ആ ഭ്രൂണത്തിലെ രക്തവും മാംസവും ഈ വചനത്തോട് സംയോജിപ്പിക്കപ്പെട്ടു, ദൈവത്വം മനുഷ്യത്വത്തോട് സംയോജിപ്പിക്കപ്പെട്ടു. അത് പരിശുദ്ധാത്മാവിനാണ് സംഭവിച്ചത്, നമ്മളെ കൊണ്ടൊന്നും പറയാൻ പറ്റില്ല. അതാണ് മിസ്റ്ററി, രഹസ്യം. മനുഷ്യാവതാരം തന്നെ രഹസ്യമാണ്, മിസ്റ്ററിയാണ്, സീക്രട്ട് അല്ല, രഹസ്യം, മിസ്റ്ററി. അത് വിശ്വസിക്കാൻ പറ്റാത്തവർക്ക് ബുദ്ധിമുട്ടാണ്, രക്ഷ ബുദ്ധിമുട്ടാണ്. ഈ ദൈവത്വവും മനുഷ്യത്വവും സംയോജിപ്പിക്കപ്പെട്ട ആ ഭ്രൂണം, അല്ലെങ്കിൽ അവിടെ ഉത്പാദിതമായ ശിശു എന്ന് തന്നെ പറയാം. അണ്ടവും ബീജവും യോജിപ്പിക്കുമ്പോഴാണല്ലോ അമ്മമാർ ഗർഭം ധരിക്കുന്നത്. ഇവിടെ തുറന്നു പറയാം, ബീജത്തിന് പകരം ദൈവവചനം, അണ്ടത്തിന് പകരം മറിയാമിൻ്റെ അണ്ടം എന്ന് പറഞ്ഞാലും ഒരു തെറ്റുമില്ല. അത് അവഹേളനമൊന്നുമല്ല, മനസ്സിലാകാൻ വേണ്ടി പറയുന്നു മാത്രം. ആ സംയോജിപ്പിക്കപ്പെട്ട കുഞ്ഞ്, അപ്പോൾ കുഞ്ഞായോടെ ജീവൻ വെച്ചോടെ നമ്മെ പോലെ മനുഷ്യാവതാരത്തിൽ ആ ശിശുവിനും ജീവൻ വെച്ചു. ആ ദൈവത്വവും മനുഷ്യത്വം ഉൾക്കൊള്ളുന്ന ശിശുവിനെയാണ് 9 മാസം കന്യക മറിയാം അവളുടെ ഗർഭപാത്രത്തിൽ വഹിച്ചത്. ആ ദൈവമനുഷ്യനായ ശിശുവിനെയാണ് 9 മാസം കഴിഞ്ഞപ്പോൾ അവൾ പ്രസവിച്ചത്. അതുകൊണ്ട് അവൾ ദൈവമാതാവെന്ന് തന്നെ പരിശുദ്ധ സഭ വിശ്വസിക്കും. മനുഷ്യന്റെ മാതാവല്ല കന്യക മറിയാം, ദൈവ മനുഷ്യന്റെ മാതാവാണ്, മിശിഹായുടെ മാതാവാണ്, യേശുവിൻ്റെ മാതാവാണെന്ന് പറഞ്ഞു. യേശുവിൻ്റെ മാതാവാണെന്ന് പറയുമ്പോൾ പലരും തെറ്റിദ്ധരിക്കും, മിശിഹായുടെ മാതാവാണെന്ന് പറയുമ്പോഴും പലരും തെറ്റിദ്ധരിക്കും, ക്രിസ്തുവിൻ്റെ മാതാവാണെന്ന് പറയുമ്പോഴും പലരും തെറ്റിദ്ധരിക്കും. അറിയോസ് ഒരു പരിധിവരെ പറയുകയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ മാതാവാണെന്ന് പറയാം, പോരാ. അറിയാം, ദൈവമാതാവ് എന്ന് തന്നെ വിശ്വസിക്കണം. എങ്കിലേ ദൈവത്വവും മനുഷ്യത്വവും അവളിൽ ഉൾക്കൊള്ളുള്ളൂ. ആരില്ല? യേശുവിൽ ഉൾക്കൊള്ളുകയുള്ളൂ. ദൈവത്വവും മനുഷ്യത്വവും യോജിച്ചുണ്ടായ കൊച്ചാണ്, കുഞ്ഞാണ് യേശു കുഞ്ഞ്. പിന്നെ അവൻ വളർന്നു വന്നത് അറിയാം, അവളെയാണ് കന്യാമറിയാം പ്രസവിച്ചത്. അതുകൊണ്ടാണ് സഭ മാതാവിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ മാതാവ് ദൈവമാണെന്നൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അവളിൽ നിന്ന് മനുഷ്യത്വം വന്നു, വചനമാകുന്ന ദൈവത്വം അവിടെ യോജിച്ചു, ഒരു സ്വഭാവമായി. പിന്നെ വേർതിരിയിടില്ല, തിരിഞ്ഞെടുക്കണില്ല, അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നില്ല. യോജിച്ചപ്പോൾ അവൻ ദൈവമനുഷ്യനായി അവനെയാണ് പ്രസവിച്ചത്. ഈ 2 കാര്യങ്ങളിൽ വിശ്വാസമില്ലാത്തവർക്ക് രക്ഷയില്ലെന്ന് തന്നെയാണ് സഭ പഠിപ്പിക്കുന്നത്. ഒരു എന്തിനാ വെറുതെ അത് ഇത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഉള്ള കാര്യമാണ് തുറന്നു പറയാണ്, രക്ഷയില്ല. ഇപ്പം സീറോ മലബാർ സഭ എടുക്കാം. യേശുവിലെ 2 സ്വഭാവം ഉണ്ടെന്ന് അവർ പറഞ്ഞു. ആളെന്നേ ഉള്ളൂ, സ്വഭാവം 2ആണ്. അപ്പോൾ ദൈവത്വവും മനുഷ്യത്വവും ഒരുമിച്ച് സ്ഥിതി ചെയ്യുന്നില്ല എന്നാണ് അവർ പറയുന്നത്. അത് ഉൾക്കൊള്ളാൻ പറ്റൂല. പരിശുദ്ധാത്മാവിനാൽ ദൈവത്വവും മനുഷ്യത്വവും അവിടെ സംയോജിപ്പിക്കപ്പെട്ടു. തിരിഞ്ഞിരിഞ്ഞ് കണ്ടോ? ഞാൻ എൻ്റെ ഇടയഭിപ്രായത്തിൽ പറയുന്നത്, തിരിഞ്ഞിരിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ശിശുവായിട്ട് കാണാൻ. ശിശു ഒന്നേ ഉണ്ടായുള്ളൂ. ഒരാളിൽ 2 സ്വഭാവം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അവന് ദൈവം എന്ന് പറയാൻ പറ്റില്ല. നമുക്കൊക്കെ എത്രയോ സ്വഭാവങ്ങളാണ്. അപ്പം നമ്മൾ മനുഷ്യജീവികളല്ലേ, ദൈവത്തിന് അങ്ങനെ 2 സ്വഭാവം കാണിക്കാൻ പറ്റില്ല. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടാവും. അപ്പോൾ സീറോ മലബാർ സഭ 2 സ്വഭാവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് രക്ഷ പ്രദാനം ചെയ്യാൻ അവരുടെ യേശുവിന് സാധ്യമല്ല. അത് ഉറപ്പിച്ചിട്ട് പറയണം. കോടികളുണ്ട് ഞങ്ങളെന്ന് പറയുന്നതിന് അർത്ഥമില്ല.
ഒരു ഉപദേശി ഒരു പാസ്റ്ററെ പ്രസവിക്കാത്തതും കേട്ടു. ഞങ്ങളിപ്പോൾ 60 കോടിയുണ്ട്, 1-2 കൊല്ലം കഴിയുമ്പോൾ ഞങ്ങൾ 100 കോടിയാവും. സീറോ മലബാർ സഭയുടെ അടുത്ത് ഞങ്ങളെത്തും. അപ്പോൾ സ്വർഗം കിട്ടുമെന്നാണ് അദ്ദേഹം പറയണത്. അപ്പോൾ സ്വർഗത്തിൽ ഭൂരിപക്ഷം നോക്കിയാണ് അവിടെ. ഞങ്ങളുടെ സഭയ്ക്ക് വളരെ എളുപ്പമാണ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ. അദ്ദേഹം പറയാം, ഞാൻ അത്ഭുതം കിട്ടുപോയി, ഒരു ബുദ്ധിമുട്ടുമില്ല. ഞായറാഴ്ച ദിവസങ്ങളിലും മറ്റു ദിവസങ്ങളിലും ഒരു സഭ കൂടി ഒരു ആരാധന നടത്തി, വേറെ ഒരു നോമ്പുമില്ല, ഉപവാസമില്ല, ഒന്നുമില്ല. ഉപവാസം ഉണ്ടായിരിക്കും, വേറെ ഒരു ബുദ്ധിമുട്ടുമില്ല. വളരെ എളുപ്പത്തിൽ സ്വർഗം പ്രാപിക്കാം. അങ്ങനെയുള്ളൊരു പ്രസ്ഥാനമാണ് പെന്തക്കോസ്ത് എന്ന് അദ്ദേഹം പറയുന്നത്. എല്ലാവരും അങ്ങനെ പറയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇത്രയും ബാലിശമായ ഒരു ചിന്തയാണെന്ന് ഓർത്തുകൊള്ളണം. പെന്തക്കോസ്ത് സഭകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവർ ദൈവമാതാവെന്ന് അവർ വിശ്വസിക്കുന്നില്ല. ഒരു പക്ഷേ അവർ തൃത്വത്തെയും ഈ ഏക സ്വഭാവത്തെയും വിശ്വസിക്കുന്നുണ്ടായിരിക്കാം, ഉണ്ടായിരിക്കില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മറിയാമിൽ നിന്ന് മനുഷ്യ സ്വഭാവം എടുത്ത് യേശുക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ദൈവ സ്വഭാവം എനിക്ക് വന്നിട്ടില്ല, ദൈവം പിതാവിൻ്റെ വചനം അതിനകത്തേക്ക് കടന്നിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഉള്ളവർ യേശുവിനെ എങ്ങനെ രക്ഷപ്പെടുക്കാൻ പറ്റണം? ചിലർ വിശ്വസിക്കുന്ന അങ്ങനെയാണ്. മനുഷ്യൻ്റെ സ്വഭാവം മറിയാമെന്ന് കിട്ടിയിട്ടുണ്ടാവും. ദൈവ സ്വഭാവം മറിയാമെന്ന് കിട്ടിയത് ഞങ്ങൾ പഠിപ്പിക്കണില്ലല്ലോ. വചനം ഇറങ്ങി വസിച്ചു, ഗബ്രിയേൽ മാലാഖ വഴി പിതാവിൻ്റെ വചനം ഇറങ്ങി വസിച്ചു. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. ഐ ആം ദ അംബാസഡർ ഓഫ് ഗോഡ് ഫാദർ. വ്യക്തമായിട്ട് പറയണല്ലേ? അപ്പോൾ ഗബ്രിയേൽ മാലാഖ പറഞ്ഞത് ദൈവം പറഞ്ഞതിന് തുല്യമാണ്. ദൈവത്തിൻ്റെ വചനമാണ് ഇറങ്ങിയത്. അവിടെ സംയോജിപ്പിക്കപ്പെട്ട ആ സംയോജിപ്പിൽ തിരിഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ യാതൊരു അർത്ഥമില്ല. അപ്പോൾ ദൈവമാതാവാണെന്ന് മറിയാം ദൈവമാതാവാണെന്ന് വിശ്വസിക്കാത്തത് കൊണ്ട് അവർ പഠിപ്പിക്കുന്ന യേശു വേറൊരു യേശുവാണ്. അവർക്ക് രക്ഷയില്ലെന്നാണ് എനിക്ക് തുറന്നു പറയാനുള്ളത്. പിന്നെ ബ്രദറൻ സഭകൾ ഒക്കെ ഏകദേശം ഇതൊക്കെ തന്നെയാണ്. മാർത്തോമാ സഭയും വാസ്തവത്തിൽ ഒരു പെന്തിക്കോസ്ത് സഭയാണ്. കാര്യം അവർക്ക് വിശുദ്ധ കുർബാന കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ദൈവമാതാവിനെ അവർ നിരാകരിക്കുകയാണ്. ദൈവമാതാവിനെ നിരാകരിക്കുമ്പോൾ അവരുപദേശിക്കുന്ന യേശു ഏതാ? മനുഷ്യത്വം മാത്രമുള്ള യേശു. ചിലർ പറയും ദൈവത്തെ ചിലപ്പോൾ പോകും. ക്രൂശിൽ മരിച്ച ദൈവവും മനുഷ്യനുമായ യേശു ക്രിസ്തുവാണെന്ന് പരിപൂർണമായിട്ട് വിശ്വസിക്കണം. അപ്പോൾ മാത്രമല്ല, മറിയാമിൻ്റെ ഉദരത്തിൽ ഉരുവായത് മുതൽ ദൈവത്വവും മനുഷ്യത്വവും അവനിൽ നിന്ന് വേർപെട്ടിട്ടില്ല, ഒരുമിച്ച് തന്നെ, എപ്പോഴും ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അതുകൂടാതെ മശിഹായ്ക്ക് യേശു ക്രിസ്തുവിന് ദൈവത്വമില്ല, അസ്തിത്വമില്ല. അപ്പോൾ അത് മാർത്തോമാ സഭ വിശ്വസിക്കാത്തത് കൊണ്ട് അവർ പ്രസംഗിക്കുന്ന യേശു ഏതാണെന്ന് എനിക്കറിയില്ല. ബ്രദറൻ സഭകളും സിലോൺ പെന്തക്കോസ്ത് അങ്ങനെ ഒരുപാട് സഭ, CSI, ഇങ്ങനെ ഒത്തിരിയുണ്ട്. അവർക്കൊക്കെയും ഈ ഏക സ്വഭാവത്തിൽ വിശ്വസിക്കാതിരുന്നാൽ രക്ഷയില്ല. എനിക്കതാ പറയാനുള്ളത്. അവർ പ്രസംഗിക്കുന്നത് മറ്റൊരു യേശുവിനെയാണ്. ഇനിയിപ്പോൾ മെത്രാൻ കക്ഷികളുണ്ട് ഞങ്ങളുടെ വിഭാഗത്തിൽ. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ എന്നൊക്കെ അവർ പറയുന്നു. ഓർത്തഡോക്സ് സുറിയാനി സഭ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സഭ ഇല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഞാനതിനെപ്പറ്റി ഒരു വീഡിയോ കഴിഞ്ഞിട്ടിരുന്നു, നിങ്ങളതൊക്കെ കണ്ടതാണ്. അന്ത്യോക്യ സിംഹാസനത്തിന് കീഴിൽ AD 325 ദിക്യാസോദോസ് പ്രകാരം അന്ത്യോക്യയുടെ കിഴക്കൊക്കെയുടെയും പരിശുദ്ധ പത്രോസിൻ്റെ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്ന പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായുടെ അധികാരത്തിന് കീഴിലാണ്. പത്രോസിൻ്റെ സിംഹാസനത്തിൽ നിന്ന് മാത്രമേ, വേറെ ആർക്കും സിംഹാസനമില്ല, മാത്രമേ എന്ന് പറയണ്ട, പത്രോസിൻ്റെ സിംഹാസനത്തിൽ നിന്നാണ് ആത്മീയ പൗരോഹിത്യ നൽവരവും ശ്ലൈഹിക വാഴ്വുകളും നിർഗമിക്കുന്നത് എന്നവർ വിശ്വസിക്കാത്തത് കൊണ്ട് ദൈവത്വത്തിലും മനുഷ്യത്വത്തിലും അവർ വിശ്വസിക്കുന്നുണ്ട്. ദൈവത്വവും മനുഷ്യത്വവും യോജിച്ചിരിക്കുന്നു, ഒരിക്കലും വേർപെടുന്നില്ല എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. മറിയാം ദൈവമാതാവെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ഏകസഭ ഏതാണെന്ന് ചിന്തിക്കണം. വിശ്വാസ പ്രമാണത്തിൽ പറയുന്ന ഏകസഭ
അന്ത്യോക്യ, അലക്സാന്ദ്രിയ, അർമേനിയ ഞാൻ ഇന്നലെ പറഞ്ഞ അല്പം ഒരു വ്യത്യാസമുണ്ട്. അവസാനം അവർ വീഞ്ഞ്, വെള്ളം ചേർക്കാത്ത വീഞ്ഞും പുളിപ്പില്ലാത്ത അപ്പമൊക്കെ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. അവരെവിടെ പോട്ടെ, അന്ത്യോക്യയും അലക്സാന്ദ്രിയയും ഈ ദൈവമാതാവാണ് മറിയാമെന്നും യേശുവിൻ്റെ മനുഷ്യത്വം ദൈവത്വം യോജിച്ച് ഒരിക്കലും വേർപെടാത്ത സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു എന്നും ഏകസഭ എന്ന് പറയുന്നത് 325 നിക്കാ സിനോസിന് തീരുമാനപ്രകാരമുള്ള സഭയാണെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് ഈ ഏകസഭ എന്ന് പറയുന്ന അന്ത്യോക്യ, അലക്സാന്ദ്രിയ സഭകളിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ എന്ന് ഞങ്ങൾ പഠിപ്പിക്കുന്നത്, ഞങ്ങൾ വിശ്വസിക്കുന്നത് സത്യവും അത് തന്നെയാണ്. ഇപ്പം ഈ മെത്രാകക്ഷിക്കാരുടെ സഭയിൽപ്പെട്ട ഒരു അച്ഛനായിരുന്നു നിര്യാതനായ നെടുന്തള്ളിൽ പൗലോസ് ഗിയോരീസ് കത്തനാർ കോതമംഗലത്തെ. അദ്ദേഹം എഴുതിയിട്ടുണ്ട്, രക്ഷ, മനുഷ്യൻ്റെ രക്ഷ വിശുദ്ധ സഭയിലൂടെ മാത്രം. അവരത് വായിച്ചോട്ടെ. ഒറ്റപ്പെട്ട രക്ഷയില്ല. ആ സഭ എന്ന് പറയുന്നത് ഈ ഏകസഭയാണ്. ഈ ഏകസഭയിൽ അംഗമാകണം. അവരിപ്പോൾ വേർപെട്ട് സ്വതന്ത്ര സഭ ഉണ്ടാക്കിയേക്കാണ്. അതിൽ കൂടിയൊന്നും രക്ഷയില്ല. ഏത് തിരുമേനി ഏകദേശം എന്ത് പറഞ്ഞാലും കാര്യമില്ല. അപ്പം കോപായ സഭയിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും ചിരിക്കും. അതെനിക്കറിയാം, കളിയാക്കുകയും ചെയ്യും, അതും എനിക്കറിയാം. പക്ഷെ കർത്താവ് എന്ന് പറഞ്ഞ്, ഞാൻ വീണ്ടും വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ, ഒരാളെങ്കിലും ഉണ്ടാവുമോ എന്ന് ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ ഒരാളുണ്ടാവില്ല എന്നുള്ള അർത്ഥത്തിലല്ല. ഇപ്പം ഞങ്ങൾ കോടികളുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കാണ് ഭൂരിപക്ഷം എന്ന് പറഞ്ഞൊന്നും അവിടെ ചെന്നിട്ടൊന്നൊരു കാര്യമില്ല. ഞങ്ങൾ അത്ഭുതങ്ങൾ ചെയ്തു, അതേ ഇത് ഒരു കാര്യമില്ല. സത്യവിശ്വാസത്തിൽ ഉറച്ചു നിന്നാണ് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കണമെന്നുള്ള രക്ഷയുള്ളൂ. സത്യവിശ്വാസം എന്ന് പറയുന്ന വിശ്വാസമാണ് ഞാനിപ്പോൾ പറഞ്ഞു. ഒന്നും അറിയാൻ ദൈവമാതാവെന്ന് വിശ്വസിച്ചേ പറ്റൂ. 2 ഏകസഭയാകുന്ന അന്ത്യോക്യയിലോ അലക്സാന്ദ്രിയയിലോ സഭയിലോ നിങ്ങൾ ഉൾപ്പെട്ടിരിക്കണം. 3 യേശുവിൽ ദൈവസ്വഭാവവും മനുഷ്യ സ്വഭാവവും മറിയാമിൻ്റെ ഉദരത്തിൽ അവൻ ഉരുവായപ്പോൾ മുതൽ തന്നെ, അതായത് അവൻ മനുഷ്യാവതാരം എടുത്തപ്പോൾ തന്നെ ഒരിക്കലും വേറെ പിരിയാത്ത വിധം സംയോജിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കണം. ഈ 3 കാര്യങ്ങളില്ലാതെ രക്ഷയില്ല. ആ യേശുവിന് മാത്രമേ, ആ കർത്താവിന് മാത്രമേ ലോകത്തിന് രക്ഷ നൽകുവാൻ സാധിക്കുകയുള്ളൂ. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.